ഹലോ ഗൈസ്, സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ ആ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ഗ്രാമത്തിൽ നിന്ന് വിട്ട് ചെന്നൈയിലേക്ക് ജോലിക്ക് തേടി വന്നിരിക്കുന്ന ഒരു നായകൻ. അങ്ങനെ അവന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനായിട്ട് അവൻ സ്നേഹത്തിലാവാണ്. പക്ഷെ ആ പെണ്ണിനാന്ന് വെച്ചാൽ ഒരു വലിയ അംബീഷൻ ഉണ്ട്, IAS ആവണം എന്നുള്ളത്. ഇവന്റെ ലൈഫിൽ ഒരു അംബീഷനും ഇല്ല, ഒരു അച്ചീവ്മെന്റ് ഇല്ല. അവൻ കാണുന്ന ഒരേ ഒരു അച്ചീവ്മെന്റ് അവൻക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പ്രണയം മാത്രമാണ്. ഒരു ഘട്ടത്തില് അവൾക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയി തോന്നാണ്. ഒരിക്കലും ലവിന് അച്ചീവ്മെന്റ് ആയി കാണരുതെന്നും നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞ് അവൻ ഉപേക്ഷിച്ചിട്ട് പോവാണ്. പിന്നീട് ഇവര് രണ്ടുപേരും ഒന്നായോ ഇല്ലെന്നൊക്കെ അവൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തോ ഇല്ലേന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസായ 29 എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പൊ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ നമ്മുടെ നായകനായിട്ടുള്ള സത്യയാണ് കാണിക്കുന്നത്. അവൻക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അവന്റെ ഐഡന്റിറ്റി എന്താണെന്ന്. ചിലവര് പറയും അവന്റെ ജാതിയാണ് അവന്റെ ഐഡന്റിറ്റി, ചിലവര് പറയും നമ്മുടെ നാടാണ്, അതായത് നമ്മുടെ രാജ്യം ഇന്ത്യയാണ് ഐഡന്റിറ്റി എന്ന്. പക്ഷെ അവനക്ക് അതൊന്നും ഒരു തൃപ്തികരമായിട്ടുള്ള മറുപടി ആയിരുന്നില്ല. അവനിപ്പോ BSc അഗ്രികൾച്ചർ ആണ് പഠിച്ചിട്ടുള്ളത്. കാരണം അവന്റെ അമ്മ ഗ്രാമത്തിൽ എല്ലാവർക്കും ഒരു ഹെൽപ്പ് ചെയ്യുന്ന സ്ത്രീ ആയിരുന്നു. ഗ്രാമം ഇങ്ങനെ കച്ചറായി കളിക്കുന്നൊന്നും ഒട്ടും ഇഷ്ടമല്ല, ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ വേഗം കയറി ഇടപെടും. നാട്ടിലെല്ലാം മരങ്ങൾ വെച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ തന്റെ മകനെയും ഈ ഒരു കൃഷി കാര്യങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു ആ ഒരു അമ്മയുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് അവനെ ഈ അഗ്രികൾച്ചറിൽ പഠിപ്പിച്ചത്. പക്ഷെ അവൻ പഠിപ്പ് കഴിഞ്ഞെത്തിയപ്പോഴേക്കും അവിടെ ഒരു തടാകം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് അവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കിട്ടിയിരുന്നത്. അവിടെ ഇപ്പൊ ഒരു കോളേജ് പൊങ്ങിയേക്കാണ്. പോരാത്തതിന് ബാക്കിയുള്ള തടാകത്തിന്റെ സ്ഥലത്ത് ഇപ്പൊ വേസ്റ്റ് ഒക്കെ നിറച്ച് ആകെ കൊള്ളായി കിടക്കാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനും അമ്മയും തന്നെ ഇപ്പൊ വേറെ ജോലികളൊക്കെ ആണ് എടുത്തോണ്ടിരിക്കുന്നത്. ആ കൃഷി വിട്ട് കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ സത്യയും ചെന്നൈയിലേക്ക് ഒരു IT കമ്പനിയിൽ ജോലിക്ക് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അവൻ ഒരു റൂമിൽ താമസിക്കുന്നുണ്ട്. കൂടെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അവന്റെ ഒരു ഫ്രണ്ടാണ് മണി. അവന് സിനിമ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഇങ്ങനെ നടക്കാണ്. അങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് നടന്നൊന്നും നടക്കാത്തോണ്ട് തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് അവനെ തേച്ചിട്ട് പോകുന്നുണ്ട്. അതിൽ അവനക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഫ്രണ്ടാണ് വസന്ത്. വസന്തിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അത് ഓൺലൈൻ വഴി പരിചയപ്പെട്ടതാണ്. അവൾ ബാംഗ്ലൂരാണ് ഉള്ളത്. എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങി ബാംഗ്ലൂർക്ക് പോയി അവിടെ അവളുടെ ഒപ്പം സെറ്റിൽ ആവണം എന്ന് മാത്രമായിരുന്നു അവന്റെ ആഗ്രഹം. പാവ ഒരു പയ്യനാന്ന് വെച്ചാൽ ഗേൾ ഫ്രണ്ട് വേറെ ഒരു ചെക്കന്റെ കൂടെ കറങ്ങുന്നത് ലൈവായിട്ട് അവൻ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവൻക്ക് അതൊന്നും ഒരു വലിയ പ്രശ്നമല്ലായിരുന്നു. അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. സത്യം ഒരു ദിവസം അവന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് ഒരു ദിവസം ലീവ് എടുത്ത് പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് പുതിയ ജോയിനി ആയിട്ടുള്ള വിജയിനെ കാണാണ്. വിജയെ കണ്ടപാടെ തന്നെ അവൻക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അവര് രണ്ടുപേരും ഒന്നിച്ച് സ്റ്റെപ്പ് കയറാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും വിജയോട് അവൻ ആദ്യം കയറാനായിട്ട് പറയുന്നുണ്ട്. അവൾ ആദ്യം കയറിയതും അവൾ വിചാരിക്കാണ് ബാക്കിലൂടെ വന്ന് അവനക്ക് ബാക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്ന്. അതുകൊണ്ട് തന്നെ ഷാളുകൊണ്ട് അവള് ബാക്ക് മറയ്ക്കുന്നുണ്ട്. ഇത് കണ്ട സത്യക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. അവൻ ഇങ്ങനെ മൈൻഡ് വോയിസിൽ സംസാരിക്കായിരുന്നു. അയ്യോ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഓടിപ്പോകുന്നത്. ഇത് വിജി കേൾക്കുന്നുമുണ്ട്. അപ്പൊ താൻ അവനെ തെറ്റിദ്ധരിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാവാണ്. ഓഫീസിൽ അവന്റെ സീറ്റിൽ വന്നിരുന്ന അവനും അയ്യോ വേണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. വിജി പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട് സോറി ഞാനാ നിങ്ങളെ തെറ്റിദ്ധരിച്ചതെന്ന് പറയാണ്. എന്നാ ഒന്നും അറിയാത്ത പോലെ ഇപ്പൊ സത്യ ആക്ട് ചെയ്യാണ്. അങ്ങനെ അവര് രണ്ടുപേരും പരസ്പരം പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നുണ്ട്. ഇപ്പൊ കുറെ നാളുകൾ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ അവര് നല്ല ഫ്രണ്ട്സ് ആണ്. നല്ല ഫ്രണ്ട്സ് എന്ന് വെച്ചാല് തൊട്ടു തലോടിയൊക്കെ സംസാരിക്കുന്ന രീതിയിൽ അത്രയും ഫ്രണ്ട്സ് ആണ്. നമ്മുടെ സത്യക്കാണെന്ന് വെച്ചാൽ വിജയനെ വല്ലാതെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവളോട് അത് തുറന്നു പറയാനായിട്ട് അവനക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു മഴയുള്ള രാത്രിയില് അവൻ അത് തുറന്നു പറയാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഡ്രെയിനേജ് പൊട്ടി വലിയ സ്മെല്ല് വന്നതുകൊണ്ട് തന്നെ അവർക്ക് അത് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല. അവളെ വണ്ടി കയറ്റി അവൻ വിടുന്നുണ്ട്. പാർട്ട് ടൈം ആയിട്ട് സത്യ ഇപ്പോ ഒരു കാറ്ററിംഗ് സർവീസിനെല്ലാം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ ഗ്രാമത്തിലുള്ള സന്തോഷ് എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ വിവാഹത്തിന് കാറ്ററിംഗ് വർക്കിന് അവൻ പോവാണ്. പക്ഷെ അവനക്ക് അറിയില്ലായിരുന്നു അത് സന്തോഷിന്റെ കല്യാണമാണെന്ന്. അവിടെ എത്തിയപ്പോഴാണ് അവൻ അറിയുന്നത്. ഈ സന്തോഷിനായിട്ട് ഗ്രാമത്തിലായിരിക്കുമ്പോ സത്യ ഒരു ചെറിയ വഴക്കുണ്ടായിട്ടുണ്ട്. കോളേജിൽ ഇവര് രണ്ടുപേരും ഒന്നിച്ചാണ് പഠിച്ചത്. എന്തോ ഒരു വൃത്തികേട് ഈ സന്തോഷ് ചെയ്തോണ്ട് സത്യ അതിനെ എതിർക്കോ മറ്റോ ചെയ്തു. അതുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് സത്യയോട് സന്തോഷിനോട് മാപ്പ് ചോദിക്കാനായിട്ട് സന്തോഷിന്റെ അച്ഛൻ പറയുന്നുണ്ട്. കാരണം അയാൾ വലിയ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സത്യവും മാപ്പ് ചോദിക്കാമെന്ന് കരുതുന്നുണ്ട്. പക്ഷെ സത്യയുടെ അമ്മ ഞാൻ ഇല്ലാത്ത കാര്യത്തിനൊന്നും കൂടെ നിൽക്കില്ലായിരുന്നു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് ആ ഒരു അമ്മ പറയുന്നത്. എന്നാ അമ്മയുടെ വാക്ക്
കേൾക്കാതെ അവൻ സോറി ചോദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അമ്മ ഇപ്പൊ അവനോട് മിണ്ടാറേയില്ല. 4 വർഷത്തോളായി അവന്റെ അമ്മ അവനോട് മിണ്ടിയിട്ട്. പക്ഷെ ആ ഒരു ദേഷ്യമൊന്നും കാണിക്കാതെ സത്യ സന്തോഷിനെ കണ്ടപാട് അവനോട് മിണ്ടുന്നുണ്ട്. എന്നാ അവന് കുത്തി കുത്തിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ കാറ്ററിംഗ് വർക്കാണോ ചെയ്യുന്നത്? ഇതുവരെ ഗതി പിടിച്ചിട്ടില്ലേന്നൊക്കെ ചോദിക്കാണ്. അവനത് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പോലും അവന് ഒരുമാതിരി താഴ്ത്തി കെട്ടുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതിന്റെ പീക്ക് ലെവലായപ്പോ സത്യ അവന്റെ അടുത്തേക്ക് പോയിട്ട്, നിന്റെ അച്ഛന്റെ കാശിലല്ലോ നീ ഈ ഹുങ്ക് കാണിക്കുന്നത്, ഞാനേ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണെന്നും പറഞ്ഞ് 4 ഡയലോഗ് അടിച്ചിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ട്. സത്യക്ക് ഒരു ദിവസം വിജി മെസ്സേജ് അയച്ചിട്ട് അവൾക്ക് ബോർ അടിക്കുന്നു ബീച്ചിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബീച്ചിൽ വെച്ചിട്ട് സത്യയുടെ കൈയെ പിടിച്ചു മേത്ത് തൊട്ടും ഒക്കെ വിജി സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവനക്ക് ഇതിലൊട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് അറിയാത്ത ഒരു റിലേഷൻഷിപ്പ് ആണ്. അങ്ങനെ ഒരു ഐഡന്റിറ്റി ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയി കൊണ്ടുപോകണേൽ അവനക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവനവിടെ നിന്ന് പോകുന്നുണ്ട്. എനിക്ക് പനിക്കുണ്ടോ നോക്കിയെന്നൊക്കെ ചോദിച്ച് വിജയ് അവളെ തൊടിയിക്കാനായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കാണ്. ഈ സമയത്ത് മുല്ലപ്പൂ വിൽക്കുന്ന ഒരു അമ്മ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ എന്തിനാ അവൾക്ക് മുല്ലപ്പൂ വാങ്ങി കൊടുക്കുന്നത്, അവളോട് തന്നെ വേണമെന്ന് ചോദിക്കാനാണ് സത്യ പറയുന്നത്. തീരെ റൊമാൻറ്റിക് അല്ലായിരുന്നു അവൻ. ആ ഒരു ചേച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. സത്യ അവിടെ നിന്ന് പോകുമ്പോ പിന്നാലെ പോയ വിജയ്, നീ എന്താ പൊട്ടനാണോ? ഇത്രയും ഹിൻസ് ഞാൻ തന്നിട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവണില്ലേ? ഒന്ന് എന്നെ പ്രപ്പോസ് ചെയ്തൂടെ? അവളാ ഇനി പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതെന്നെല്ലാം ചോദിക്കാണ്. നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് സത്യ അവൾ അവിടെ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. വിജി പറഞ്ഞതനുസരിച്ച് ആ നേരത്തെ വന്ന ചേച്ചിയുടെ കയ്യിൽ നിന്ന് അവൾക്ക് മുല്ലപ്പൂ വാങ്ങിക്കൊടുക്കാണ്. അന്ന് തൊട്ട് അവര് നന്നായി തന്നെ സ്നേഹിക്കാനായിട്ട് തുടങ്ങാണ്. ഒരു കൈനോട്ടക്കാരി അവരുടെ കൈയെല്ലാം നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജി വലിയ സന്തോഷത്തിലായിരുന്നു. വിജി പാർട്ട് ടൈം ആയിട്ടാണ് അവളുടെ ആ ഒരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളിപ്പോ IAS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നാളായിട്ട് അവൾ റെഫർ ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ബുക്ക് അമ്മ അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ബുക്ക് കിട്ടിയിട്ട് പോലും അവൾ വലിയ ശ്രദ്ധിക്കാതെ സത്യയുടെ കോള് വന്നതും ശരി അമ്മ ഞാൻ വൈകിട്ട് വന്നിട്ട് നോക്കാന്നും പറഞ്ഞ് ആ ബുക്ക് അമ്മയുടെ കൊടുത്തിട്ട് പോവാണ്. വിജയിൽ വന്ന മാറ്റം അമ്മയും ശ്രദ്ധിക്കുന്നുണ്ട്. ഓഫീസിൽ എന്തോ പവർ കട്ട് ആയതുകൊണ്ട് തന്നെ അത് ശരിയാവുന്നവരെ അവർക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മുന്നേ പറഞ്ഞു വെച്ചതുപോലെ ബസ്സിൽ പോകുന്നുണ്ട്. അങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. സത്യ അവന്റെ കൈ വിജിയുടെ തോളിലായിട്ട് വെക്കുമ്പോൾ അവൾക്ക് എന്തോ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നാണ്. സത്യ, നീ ശരിക്കും എന്നെയാണോ സ്നേഹിക്കുന്നത്, എന്റെ ശരീരത്തിനാണോ? നിനക്ക് ശരിക്കും എന്നോട് ഇഷ്ടം തന്നെ അല്ലേ, അല്ലാതെ വേറെ ഒന്നല്ലല്ലോ എന്നൊക്കെ ചോദിക്കാണ്. അവൾക്ക് എന്തോ ബേഡ് അടിച്ചിട്ടുണ്ടെന്ന് സത്യക്കും മനസ്സിലായിട്ട് അവൻ കൈ എടുക്കുന്നുണ്ട്. വിജയ് സത്യയോട് നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാറുള്ളത് നിന്റെ ചുണ്ട് ഭംഗിയാണ്, കണ്ണ് ഭംഗിയാണ്, മുടി ഭംഗിയാണെന്നൊക്കെയാണ്. നീ എന്താ എന്റെ ക്യാരക്ടർ സ്നേഹിക്കുന്നില്ലെന്നൊക്കെയാണ് വിജി ചോദിക്കുന്നത്. എന്നാൽ സത്യക്ക് അതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് സ്നേഹിച്ചതെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണെന്ന് മാത്രമാണ് അവൻ പറയുന്നത്. നേരെ തിരിച്ച് സത്യം ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചതെന്ന്. വിജിക്ക് അവനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അവന്റെ മൈൻഡ് വോയിസ് ആയിരുന്നു. അവനിങ്ങനെ പെറുപിറ പറയുന്നത് അവൾ കേൾക്കുമായിരുന്നല്ലോ. ആ ഒരു പറച്ചിൽ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം വിജി അവളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് സത്യം കൊണ്ടൊരു പാർക്കിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അവന്റെ അമ്മക്ക് വയ്യാന്ന് പറഞ്ഞ് കോള് വരാണ്. വിജിയോട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ വെപ്രാളത്തിൽ അവൾ ഒറ്റ കിട്ടോണ്ട് സത്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ബസ് സ്റ്റാൻഡിലെത്തിയ സത്യ കാണുന്നത് അവനെ അന്വേഷിച്ച് വന്നിരിക്കുന്ന വിജിയാണ്. അവൾ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, കൂടെ അവളുടെ ഫ്രണ്ട്സും ആയിരുന്നു. അവൾക്ക് ഒട്ടും തന്നെ അവനോട് ദേഷ്യം ഉണ്ടായിരുന്നില്ല. നീ സേഫ് അല്ലേ, അമ്മക്കൊന്നും പറ്റൂല, നീ നല്ല സേഫ് ആയിട്ട് പോകുന്നു പറഞ്ഞ് അവനക്ക് കഴിക്കാനുള്ള ഫുഡ് വരെ വിജി അവനക്ക് വാങ്ങിക്കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല ഒരു പെണ്ണിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ആലോചിച്ച് അവൻ സന്തോഷിക്കുന്നുണ്ട്. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതുകൊണ്ട് തന്നെ അവനെ കാണാതിരുന്ന ഈ ഒരു ഗ്യാപ്പില് വിജി ടെൻഷനോടുകൂടി അയച്ച ആ ഒരു മെസ്സേജുകളെല്ലാം അവൻ എടുത്തു നോക്കി കരയുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവന്റെ അമ്മയുടെ അടുത്തേക്ക് അവൻ എത്താണ്. അവനക്ക് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം അമ്മ ഈ ഒരു വയ്യാഞ്ഞിട്ട് പോലും ഈ നാട് നന്നാക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പണി ചെയ്യുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വയ്യാതെ കിടക്കുന്ന അമ്മയുടെ അടുത്തേക്ക് വന്ന സത്യ കയ്യിൽ താങ്ങി പിടിച്ച് കിടക്കുന്നുണ്ട്. അമ്മ അവന്റെ തല തടവിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സത്യ പറയുന്നുണ്ട്, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ആരോഗ്യം നോക്ക്, ഇനി പണിയൊന്നും എടുക്കല്ലേന്ന്. പക്ഷെ ഇത് കേട്ട അമ്മക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അമ്മ അവന്റെ തലയിൽ നിന്ന് കൈ എടുക്കാണ്. അതിനർത്ഥം അവൾ ഇനിയും ജോലി ചെയ്യുമെന്ന്. അത് സത്യക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ അതുകൊണ്ട് തന്നെ എത്രയും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു പോകാനായിട്ട് നിൽക്കാണ്. ആ സമയത്ത് അച്ഛൻ വന്ന് ഒരാഴ്ചയെങ്കിലും അമ്മയുടെ കണ്ണി പെടുന്ന പോലെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞുകൊണ്ട് തന്നെ അവനും അവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സത്യയുടെ സ്വഭാവത്തിൽ വന്ന വ്യത്യാസങ്ങളെല്ലാം അച്ഛൻ ശ്രദ്ധിക്കുകയാണ്. അതിന്റെ കാരണം എന്താന്ന് ചോദിക്കുമ്പോഴാണ് വിജയ് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നല്ല അവൻ പറയുന്നത്. വിജയ് ആയിട്ട് അന്നെല്ലാം അവൻ ഫോണിൽ നന്നായി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓഫീസിൽ സത്യ ഇല്ലാത്തതിന്റെ സങ്കടം അവൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അവൻ അവൾക്ക് നന്നായി തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓഫീസിൽ സത്യയുടെ സിസ്റ്റം ഒക്കെയാണ് വിജയ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അവൻ തിരിച്ച് ചെന്നൈയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവനക്ക് പനി പിടിച്ചോണ്ട് തന്നെ ഓഫീസിൽ 2 ദിവസം ലീവ് പറയാണ്.
ഇതുകൊണ്ട് തന്നെ ഓഫീസിലിരുന്ന് സമാധാനം കിട്ടാത്ത വിജിയും അവനെ കാണാനായിട്ട് അവന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് മണിയാന്ന് വെച്ചാൽ ലവ് ഫെയിലിയറുമായി ഒരു ഡയറക്ഷനും നടക്കുന്നില്ല. അതാലോചിച്ച് കുടിക്കാനായിട്ട് ബിയറും കൊണ്ടുവന്നിരിക്കുകയാണ്. വിജി വന്നതും നിങ്ങ എന്നാ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞ് അവൻ ആ ഒരു കുപ്പി എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവര് നല്ല റൊമാൻറ്റിക് ആയിട്ട് നല്ല സ്നേഹത്തോടു കൂടി കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്നുണ്ട്. റൂമെല്ലാം ഭയങ്കര വൃത്തിയോടായിട്ട് കിടക്കായിരുന്നു. ആകെ കച്ചറയും സിഗരറ്റ് കുറ്റിയും ഒക്കെ ആയിട്ട്. രാത്രിയായിട്ടും വിജി തിരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. മണി തിരിച്ച് റൂമിലേക്ക് വരുമ്പോ അവിടെ ഫുള്ള് നന്നായി തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല വിജി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. ഇത് കണ്ട മണിക്ക് കരച്ചിൽ വരുന്നുണ്ട്. കാരണം അവൻ കുറേ നാളായി, അതായത് 3 വർഷത്തോളായി വീട്ടിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അവൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇവന്റെ ലവ് ഫെയിലിയറിനെ കുറിച്ചെല്ലാം വിജി ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത് ഇങ്ങനെ അവര് നല്ല സ്നേഹത്തിലായിരുന്നു, പിന്നെ ഞാനൊരു നിലക്കും എത്താത്തോണ്ട് തന്നെ അവൾ എന്നെ ഇട്ടിട്ട് പോയതാണെന്ന്. ഒരു ഘട്ടം വരെ അവള് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ ഫിനാൻഷ്യലി ഇല്ലാത്തോണ്ടൊക്കെയാണ് ഇട്ടിട്ട് പോയതെന്ന്. അത് വിജിക്ക് എന്തോ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ മുഖമൊക്കെ വല്ലാതെ മാറുന്നുണ്ട്. മണി അപ്പൊ പറയുന്നുണ്ട് നീ ഒരിക്കലും സത്യം ഇട്ടിട്ട് പോകരുത്, അങ്ങനെ എങ്ങാനും ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വന്ന് കൊല്ലുന്നൊക്കെ. ഇതുകൊണ്ട് തന്നെ അവള് വിഷമിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. കാരണം സത്യക്ക് ലൈഫിൽ ഒരു ഗോൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഇവളുടെ ഗോളാണെങ്കിൽ ഇവൻ കാരണം അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സത്യനോടും തനിക്കുള്ള ആ ഒരു ഇഷ്ടം കുറയോ എന്നൊക്കെ അവൾക്കും തോന്നുന്നുണ്ട്. അവള് പിന്നെ ഭയങ്കര മൂഡ് ഔട്ട് ആയിരുന്നു. ഓഫീസിൽ വന്നിട്ട് പോലും അവള് സത്യം മൈൻഡ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവളിൽ വന്ന മാറ്റങ്ങളെല്ലാം അവൾ ആലോചിക്കാനായിട്ട് തുടങ്ങുന്നത്. IASലുള്ള ആ ഒരു കോൺസെൻട്രേഷൻ അവൾക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് ഫുള്ള് സത്യക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അവൾ ഒരു തീരുമാനം എടുക്കാണ്. ഓഫീസിൽ വരുന്നത് നിർത്തി ഫുൾ ടൈം IAS കോച്ചിങ്ങിന് പോവാനായിട്ട്. ഇത് സത്യയോട് പറയുന്നുണ്ട്. എന്നാ നീ ഇതെന്താണ് ഇപ്പൊ പറയുന്നത്? എന്നോട് ചോദിച്ചിട്ടല്ല തീരുമാനം എടുക്കണ്ടേന്ന് അവൻ ചോദിക്കുകയാണ്. എന്നാൽ ഞാൻ എന്തിനാ നിന്നോട് ചോദിക്കുന്നേ? ഇത് എന്റെ കാര്യമല്ലേ, എനിക്ക് തീരുമാനം എടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്നാണ് അവള് പറയുന്നത്. എന്നാൽ സത്യക്ക് ഇത് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ആ ഒരു ഓഫീസിൽ എന്തോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓഫീസിലുള്ള ആർക്കും തന്നെ ഇവരുടെ ആ ഒരു പ്രണയം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യ നീ എന്താ ഇവരോടൊന്നും അത് പറയാത്തതെന്ന് ചോദിക്കുകയാണ്. ഓക്കെ എന്നാ പറയാന്നും പറഞ്ഞ് വിജി എല്ലാവരെയും വിളിച്ച് ഞാൻ സത്യ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആരും തന്നെ അത് വിശ്വസിക്കുന്നില്ല. അവരെല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ വെച്ച് കിസ് ചെയ്യാണ്. അത് എല്ലാവരുടെ മുന്നിൽ വെച്ച്. അവൻ തന്നെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഇപ്പോഴാണ് ചുറ്റുള്ളവരൊക്കെ അത് വിശ്വസിക്കുന്നത്. വിജയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും സത്യ ശ്രദ്ധിക്കുന്നുണ്ട്. അവനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. നല്ല അടക്കോ ഒതുക്കുള്ള പെണ്ണിനെയാണെന്ന് തോന്നുന്നു അവനക്ക് ഇഷ്ടം. വിജി ഡാൻസ് കളിക്കുന്നതും അവളുടെ മാറ്റവും എല്ലാം അവൻ നോക്കി കണ്ടോണ്ടിരിക്കുകയാണ്. അന്നൊരു ദിവസം കൈനോട്ടക്കാരി സത്യയെ മാറ്റി നിർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നും നിങ്ങൾ തമ്മിൽ വലിയ തല്ലാവുന്നല്ല. അതല്ല ഇപ്പോഴാണ് അവൻ ആലോചിക്കുന്നത്. ഇപ്പൊ സത്യയെ കുറച്ച് പോലീസുകാരെ വലിച്ചഴിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന പ്രസംഗം നടക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഓഫീസിലെ ജോലിയെല്ലാം നിർത്തി വിജി അവളുടെ IAS കോച്ചിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്. മണി ഓരോ ഡയറക്ടറെ കാണാൻ പോകുന്നുണ്ടെങ്കിലും അവനക്ക് ഒന്നും സെറ്റ് ആവുന്നില്ല. വസന്തും ബാംഗ്ലൂർ പോവാൻ വേണ്ടി ജോബ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വിജി ഇല്ലാത്തതുകൊണ്ട് തന്നെ സത്യക്ക് വർക്കിന് പോകാൻ തന്നെ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവനക്ക് വല്ലാതെ അവളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിയല്ല അവരുടെ വിളികളെല്ലാം കുറയാനായിട്ട് തുടങ്ങാണ്. വിജയ് സത്യം തമ്മിൽ നന്നായി തന്നെ അകലുന്നുണ്ട്. അവരുടെ കോളിംഗ് എല്ലാം കുറയാണ്. അവള് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനും അവളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ആക്കാനുള്ള ഒരാൾ മാത്രമായിട്ട് മാറാണ് സത്യ. രാവിലെ 4 മണിയാകുമ്പോൾ അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ കോൾ ചെയ്യാറും. ഇപ്പൊ ഒരു ദിവസം വിജയ് സത്യക്ക് വിളിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകണം, എന്റെ കൂടെ വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അവനും അപ്പൊ പറയുന്നുണ്ട് എനിക്കിപ്പോ നിന്റെ ഡ്രൈവർ ആയിട്ടാണ് തോന്നുന്നതെന്നൊക്കെ. എന്നാൽ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനെ വിളിപ്പിക്കാണ്. അവളുടെ ഒരു ഹിന്ദി ടീച്ചറെ കാണാൻ വേണ്ടിയിട്ടാണ് അവനെയും കൂട്ടിക്കൊണ്ട് അവള് പോകുന്നത്. അവിടെ എന്തോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹിന്ദി ടീച്ചർ അവൾക്കൊരു ലെഹങ്ക ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവളും സന്തോഷത്തോടു കൂടി അത് ഇട്ടിട്ട് വരാണ്. സത്യം അവളെ കണ്ട ആകെ ബോധം പോയി നിൽക്കാണ്. കാരണം ആ ഒരു ലെഹങ്കയില് അവൾ കാണാൻ അത്രയും ഭംഗി ഉണ്ടായിരുന്നു. ഇതുവരെ ഇത്രയും ഭംഗിയായിട്ട് അവൻ കണ്ടിട്ടേ ഇല്ല. ആ ഒരു ഹിന്ദി ടീച്ചർ ഇവരുടെ അയൽവക്കം തന്നെ ആയിരുന്നു. നല്ല കമ്പനി ആയിരുന്നു. വിജിനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നോണ്ട് തന്നെ വിജയൻ സത്യം ബൈക്കിലാണ് വന്നത്. അതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ഒരു ടീച്ചർ അവരുടെ റൂമിന്റെ കീ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഇവരോട് നിന്നോളാനായിട്ട് പറയാണ്. എന്നാൽ സത്യക്കും വിജിക്കും ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. വിജിക്ക് പ്രത്യേകിച്ച് ഭയങ്കര പേടിയായിരുന്നു. റൂമിലേക്ക് അവർ വന്നതിന് ശേഷം സത്യ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എല്ലാവരും പേടിച്ചോണ്ടിരിക്കുകയാണ്. അവൾ അവളുടെ അമ്മയെ കോൾ ചെയ്യുന്ന പോലെ അഭിനയിക്കുകയാണ്. ഞാൻ ഇന്ന ഹോട്ടലിലാണ് ഉള്ളത്, എന്റെ ഫ്രണ്ട് സത്യയുടെ കൂടെയാണ് ഉള്ളത് എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട സത്യക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട്. കാരണം അവളുടെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവള് വെറുതെ അഭിനയിക്കുന്നതാണ്. ഈ ഒരു ഐഡിയ
പറഞ്ഞു കൊടുത്തത് തന്നെ സത്യമാണ്. ഇവര് റിലേഷനിലാവുന്നതിന് മുമ്പ് രാത്രി നേരം വൈകിട്ടൊക്കെ ആയിരുന്നല്ലോ വിജി വീട്ടിലേക്ക് പോയിരുന്നത്. ആ സമയത്ത് ആ ഒരു ഓട്ടോക്കാരൻ ഇവളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻ പറഞ്ഞു കൊടുത്തതാണ് അമ്മക്ക് വിളിക്കുന്ന പോലെ അഭിനയിക്ക്, എന്നിട്ട് ഓട്ടോന്റെ നമ്പറും ഓട്ടോക്കാരന്റെ അപ്പിയറൻസും സ്റ്റാൻഡ് ആണെന്നൊക്കെ പറയും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവില്ലാന്ന്. അത് വിജി സത്യയുടെ തന്നെ പ്രയോഗിക്കുമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും അവള് തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് അവൻ മനസ്സിലാക്കാണ്. അപ്പോഴാണ് വിജയും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഇവൻ ഈ താക്കോല് കിട്ടിയ അപ്പൊ തന്നെ എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് നീ എന്ത് വാങ്ങാനാണ് പോയത്? നിന്റെ പോക്കറ്റിൽ എന്താണെന്നാണ് അവള് ചോദിക്കുന്നത്. അവള് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ പോക്കറ്റിൽ നിന്നൊരു കമ്മലെടുത്ത് വിജിക്ക് അവൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സമയത്തും അവളെ കാണാൻ വരുമ്പോഴെല്ലാം ഇവൻ വെറും കൈയോടെ വരാറില്ല, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുമായിരുന്നു. അത് തന്നെ എപ്പോഴും വിജി ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അവനിപ്പോ അവൾക്ക് ആ ഒരു ലെഹങ്കയ്ക്ക് മാച്ച് ആയിട്ട് ഒരു കമ്മല് വാങ്ങാൻ പോയതായിരുന്നു. ഇതുകൊണ്ട് തന്നെ വിജിക്കും നല്ല സങ്കടം തോന്നി അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവനോട് അവൾ പറയാണ്, നിനക്ക് ലൈഫിൽ ഒരു ഗോൾ ഇല്ല, ആകെ നീ വിചാരിക്കുന്നത് എന്നായിട്ട് എവിടെയെങ്കിലും പോകണം, എന്നായിട്ട് സ്നേഹത്തിലാവണം, എന്നെ തൊടണം, എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് മാത്രമാണ്. അപ്പൊ അതിന്റെ എക്സ്ട്രീം ലെവൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്നെ കുറിച്ച് ആലോചിക്കില്ല, നിനക്ക് വേറൊരു ഗോള് വരും. അതുകൊണ്ട് ഇന്നത്തോടുകൂടി എല്ലാം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അവൾ ഉദ്ദേശിച്ചത് മറ്റേ കാര്യമായിരുന്നു. പക്ഷെ സത്യക്ക് അതില് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ അവളോട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ വരില്ല എന്ന് പറയാണ്. സത്യ അവിടെ നിന്ന് അവൾ ഒറ്റക്കിട്ട് പോകുന്നുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും ഇങ്ങനെ അവൾ ഒറ്റക്കിട്ട് പോകുന്നതിൽ വിഷമം തോന്നിയ സത്യ തിരിച്ചു വരുന്നുണ്ട്. വിജയ് അവന്റെ അടുത്തേക്ക് ഓടി വന്ന് ഇനി എന്നെ ഒറ്റക്കിട്ട് പോകല്ലേ എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കാണ്. രണ്ടുപേരും സന്തോഷത്തോടുകൂടി അന്ന് അവിടെ ഒന്നായിരിക്കുന്നുണ്ട്. വിജയുടെ ഉദ്ദേശം എന്ന് വെച്ചാല് അവളായിട്ടുള്ള എല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്ക് വേറെ എന്തെങ്കിലും ലൈഫിൽ ഗോള് വരും, അത് തേടി അവൻ പൊക്കോളും എന്ന് മാത്രമായിരുന്നു. എല്ലാം കഴിഞ്ഞ് വിജയ് അവനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഉറങ്ങിപ്പോകാണ്. സത്യയുടെ അമ്മയും അച്ഛനും കുറച്ച് നാട്ടുകാരും കൂടി ഇപ്പൊ മിനിസ്റ്ററെ കാണാനായിട്ട് വന്നേക്കാണ്. കാരണം അവരുടെ ഗ്രാമത്തില് വെള്ളം തന്നിരുന്ന ആ ഒരു തടാകത്തിൽ ഇപ്പൊ വേസ്റ്റ് ഇട്ടോണ്ടിരിക്കല്ലേ, അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട്. എന്നാ ഒരു മിനിസ്റ്റർ ഒരു തരി വില വെക്കാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. ഇപ്പൊ അമ്മ വിജയെ കാണണമെന്ന് മുന്നേ സത്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യ അത് വിജയോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവള് പാർക്കിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ അവര് പാർക്കിൽ പോയി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പാർക്കെല്ലാം ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അമ്മയും കൂടുള്ള ആൾക്കാരും കൂടി അത് വൃത്തിയാക്കാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ അവര് വെയിറ്റ് ചെയ്തിരുന്ന് രാത്രി സമയമാകുന്നുണ്ട്. വിജിയുടെ ഫോണാണെന്ന് വെച്ചാൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇപ്പൊ സമയം ഒരുപാട് വൈകിയോണ്ട് തന്നെ വിജിക്ക് അമ്മ വാങ്ങിക്കൊണ്ട് വന്നിരുന്ന സാരി സത്യയെ ഏൽപ്പിച്ച് അച്ഛനും അമ്മയും അവിടെ നിന്ന് പോകാണ്. സത്യ ദേഷ്യത്തിൽ ആ ഒരു പാർക്കിൽ തന്നെ ഇരിക്കുകയാണ്. വിജി ഈ സമയത്തെല്ലാം പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവിടെ രാത്രി 2 മണിയായപ്പോഴാണ് പഠിപ്പ് തീർന്ന് ഫോൺ ഓൺ ചെയ്ത് നോക്കുന്നത്. ആ സമയത്ത് സത്യയുടെ ഈ മെസ്സേജുകളെല്ലാം അവള് കാണുന്നുണ്ട്. നീ വരുന്നവരെ ഈ പാർക്കിൽ നിന്ന് ഞാൻ പോകില്ല എന്ന് അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു 2 മണി സമയത്ത് വിജി പാർക്കിലേക്ക് അവനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവള് വിഷമത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സംഭവം അവളോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും കാണാൻ വരുമെന്ന്. എന്നാൽ അവള് മറന്നുപോയതാണ്. പഠിപ്പിന്റെ ആ ഒരു കോൺസെൻട്രേഷനില് അവളെല്ലാം വിട്ടുപോയി. ഇത് അവളുടെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കി അവളും സത്യയോട് കെട്ടിപ്പിടിച്ച് സോറി പറയുന്നുണ്ട്. ഒരുപാട് സോറി പറയുന്നുണ്ട്. എന്നാൽ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ അവന്റെ വില ഒരുപാട് താഴ്ന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയൊന്നും പറഞ്ഞൊന്നുമില്ല. എന്നാൽ അവൻക്കൊരു വിഷമം. ഇപ്പൊ സത്യ അവള് പറയുന്ന സോറി ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ അവളോട് പറയാണ്, നിന്റെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ നിങ്ങളെ ഇട്ടിട്ട് പോയതില് വലിയ കുറ്റൊന്നും പറയാൻ പറ്റില്ല എന്ന്. ഇത് അവൾക്ക് വല്ലാതെ വിഷമാവുന്നുണ്ട്. കാരണം ചെറുപ്പത്തില് വിജയ് ചെറുതായിരിക്കുമ്പോ തന്നെ അവളുടെ അച്ഛൻ അവളെ വിട്ടിട്ട് പോയതാണ്. അമ്മ ഒറ്റക്കാണ് അവളെ കഷ്ടപ്പെട്ട് വളർത്തിയത്. അവളുടെ അച്ഛന്റെ പേര് കുരുനില കതിരവൻ. ഇത് മാത്രമാണ് അച്ഛനെ കുറിച്ച് അവൾക്ക് അറിയുന്ന ഒരു കാര്യം. എന്നെങ്കിലും ഒരു ദിവസം അച്ഛനെ കാണണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ ഒരു വാക്ക് പറഞ്ഞത് അവൾക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തിട്ട് അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് സത്യക്കും അത് പറയണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. വിജി വീട്ടിൽ പോയിരുന്നിട്ട് ഒരുപാട് കരയുന്നുണ്ട്. പിറ്റേ ദിവസം അവളുടെ എക്സാം ആയിരുന്നു. ആ എക്സാം അവൾക്ക് നന്നായി എഴുതാൻ പറ്റുന്നില്ല. അവൾ ഈ ഒരു സ്ട്രെസ് കൊണ്ട് തന്നെ തല കറങ്ങി വീഴുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് സത്യയെ പിക്കപ്പ് ചെയ്യാനായിട്ട് വിജി വിളിക്കുന്നുണ്ട്. അവിടേക്ക് പോവാണ്. എന്നാൽ സത്യ ഭയങ്കര മൂഡൌട്ടായിരുന്നു. അന്ന് അമ്മ എന്തോ ഗ്രാമത്തിലേക്ക് പോയേക്കായിരുന്നു. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സത്യയോട് അവൾ അകത്തേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അവനും വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ അവളും തിരിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇതെല്ലാം നിർത്താമെന്ന് പറയാണ്. കാരണം അവൾക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇന്ന് തല കറങ്ങി വീണ കാര്യം നീ ഉണ്ടെങ്കിൽ എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല എന്നല്ല അവൾ പറയുന്നുണ്ട്. പോരാത്തിന് അവൾക്ക് ഡൽഹിയിൽ ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്. അവൾ ഡൽഹിയിലേക്ക് അമ്മയും കൂട്ടി പോകാനായിട്ട് നിൽക്കാണെന്നും അവിടെ വെച്ചിട്ട് IAS കോച്ചിങ്ങിന് പോയി IAS ആവുമെന്നും അവനോട് പറയാണ്. വിജയെ കാണാൻ വരുമ്പോഴെല്ലാം അവൻ എല്ലാ പ്രാവശ്യവും ഓരോ ഗിഫ്റ്റ് കൊണ്ടുവരായിരുന്നു. ഇപ്രാവശ്യം അവൻ വന്നപ്പോൾ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല.
അപ്പൊ അവള് ചോദിച്ച കാര്യം ഇതാണ്, അത് അവൾക്ക് നടത്തി കൊടുക്കണമെന്ന് സത്യം വിചാരിക്കുന്നുണ്ട്. അവൻ എപ്പോഴും അവൾക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവന്റെ ഓർമ്മ അവൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അവൾ പഠിക്കുന്ന ബുക്കിലോ അല്ലെങ്കിൽ അവൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമായിട്ട് സത്യം വന്നാൽ മാത്രമേ അവൾ അവനെ ഓർക്കുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും പിരിയാണ്. രണ്ടുപേർക്ക് നല്ല വിഷമുണ്ടെങ്കിലും പിരിയാതെ വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത് സത്യം ഒരു തല്ലുകൊള്ളി ആയിട്ടുണ്ടായിരുന്നു. തല്ലുകൊള്ളി മീൻസ് ന്യായമായ കാര്യത്തിന് അവൻ പോയി തല്ലുണ്ടാക്കും. കോളേജിൽ ഒരു പെൺകുട്ടിയോട് സാർ എന്തോ മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞാൽ സാറിന് പോയി തല്ലുന്നുണ്ട്. മണി അവനെ ഉപദേശിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഒന്നും ഇരിക്കരുത്, നീ ആ വിജയെല്ലാം മറന്നു തിരിച്ചു വരാൻ. എന്നാൽ സത്യം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വിജയെ ഓർത്തിട്ടാണ് അവൻ ഇങ്ങനെയല്ല ആയതെന്ന്. പക്ഷെ അവന്റെ മനസ്സിൽ ഇപ്പോഴും വിജയോടുള്ള സ്നേഹവും ആ ഒരു മിസ്സിംഗ് എല്ലാം ഉണ്ടായിരുന്നു. സത്യം ഇപ്പൊ അവന്റെ അമ്മയെ പോലെ നാടിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഗ്രാമത്തിൽ പറഞ്ഞിരുന്നല്ലോ ഒരു തടാകുണ്ടെന്ന്, അവിടെയാണ് ഇപ്പൊ ഒരു കോളേജ് കെട്ടിയിരിക്കുന്നത്. അത് ആ ഒരു സന്തോഷം അവന്റെ അച്ഛനുമായിരുന്നു. അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് സത്യം. ഇപ്പോ അതെങ്ങനെയെങ്കിലും നിർത്തിക്കണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. സത്യം ഇപ്പൊ കളക്ടറെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ തടാകത്തിൽ ഇട്ടിരിക്കുന്ന കച്ചറകളെല്ലാം വൃത്തിയാക്കാനുള്ള അനുമതി അവൻ കളക്ടർ ഓഫീസിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടി അവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിജയും അവളുടെ ഒരു കരിയർ ഫോക്കസ് ചെയ്ത് പോവാണ്. എന്നാൽ പോലും അവൾക്ക് വല്ലാതെ തന്നെ സത്യം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ ഈ ഒരു തടാകം ക്ലീൻ ചെയ്യുന്നതെല്ലാം വലിയ ന്യൂസ് ആവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു തടാകം ക്ലീൻ ചെയ്ത് അത് അവര് വ്യവസായത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സന്തോഷിന്റെ കോളേജിനെ അത് എഫക്ട് ചെയ്യുന്ന അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഇതെങ്ങനെങ്കിലും പൊളിക്കണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. സത്യയുടെ പേരിൽ അവരൊരു കള്ളക്കേസ് ഉണ്ടാക്കുന്നുണ്ട്. അവൻ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറാനായിട്ട് നോക്കിയെന്നും പോലീസുകാരെ അടിച്ചെന്നും പറഞ്ഞ് അവന്റെ പേരിൽ ഒരു കേസ് ഇടാണ്. ഈ ന്യൂസ് എല്ലാം ടിവിയിലും വരുന്നുണ്ട്. അത് വിജി കാണുന്നുമുണ്ട്. അവൾക്ക് പെട്ടെന്ന് തന്നെ വലിയ സങ്കടമാവാണ്. അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൾക്ക് പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാം. അത് മാത്രമല്ല നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ സത്യയെ ജയിലിൽ വെച്ച് തന്നെ കൊല്ലാനായിട്ട് സന്തോഷ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ പാവം സത്യ എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്നുണ്ടെങ്കിലും പോലീസുകാർ വരെ ഇതിന് സപ്പോർട്ട് ആയതുകൊണ്ട് അവനെ അടിച്ച് ജയിലിൽ തന്നെ കൊണ്ടുപോയിട്ടാണ്. പിറ്റേ ദിവസം അമ്മ അവനെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്റെ മകനോട് അമ്മ സംസാരിക്കുന്നുണ്ട്. അമ്മയോട് ഇവിടെ നിന്ന് പോകുമ്പോ ചിരിച്ചിട്ട് പോകാൻ പാടുള്ളൂ എന്നും ഇന്ന് രാത്രി അവരെന്നെ കൊല്ലുമെന്നെല്ലാം പറയുന്നുണ്ട്. ചിരിച്ചിട്ട് പോകാൻ പറഞ്ഞതിന്റെ കാരണം വിഷമിച്ച് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അമ്മ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അമ്മയെ അവരെന്തെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് അവൻ ചിരിച്ചിട്ട് പോകാനായിട്ട് പറഞ്ഞത്. എന്നിട്ട് പുറത്ത് നിൽക്കുന്ന മീഡിയയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു അവനൊരു ഐഡിയ കൊടുക്കാണ്. അമ്മയും അതുപോലെ തന്നെ ജയിലിൽ നിന്ന് ചിരിച്ചോണ്ട് പോകുന്നുണ്ട്. പക്ഷെ മീഡിയക്കാരുടെ മുന്നിൽ എന്റെ മകനെ അവര് കൊല്ലാൻ പോവാണെന്നും പറഞ്ഞ് ഒച്ചയും ബഹളവും ഉണ്ടാക്കാണ്. ഇത് വലിയ ന്യൂസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയാ സത്യം ഇറക്കാൻ വേണ്ടി എല്ലാവരും കൂടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. വിജി കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയൊക്കെ ജയിലിൽ നിന്ന് സത്യം ഇറക്കുന്നുണ്ട്. പക്ഷെ അവനക്ക് ഒരു തരി ബോധം ഉണ്ടായിരുന്നില്ല. 10 ദിവസമായിട്ട് അവന് ഒരു ബോധവും ഇല്ലാതെ കിടക്കാണ്. അവനക്കൊന്നും തന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. കണ്ണു തുറക്കുമ്പോ വിജിയുടെ അമ്മ അവനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വിജി എക്സാം എഴുതാൻ പറ്റാതെ എക്സാം എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചേക്കാണ്. മോൻ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആ ഒരു തീരുമാനം മാറ്റുള്ളൂ, മോൻ വരണമെന്ന് ആ ഒരു അമ്മ പറയുന്നുണ്ട്. വിജയ്ക്ക് ഇത്രയും കളക്ടർ ആവണം എന്നുള്ള ഒരു എയിം വന്നതിന്റെ കാരണം ഈ അമ്മയുടെ വീട്ടുകാരെല്ലാവരും വലിയ ലോയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ്. ഇവര് മാത്രമാണ് ഒരു ലെവലിൽ എത്താതെ നിൽക്കുന്നത്. അങ്ങനെ അച്ഛനും കൂടി ഇട്ടിട്ട് പോയതോടുകൂടി ഇവരോടുള്ള എല്ലാ വിലയും പോവാണ്. ആ ഒരു വില തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ കളക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് വന്ന സത്യം കാണുന്നത് അവൻ ആഗ്രഹിച്ച പോലെ ആ തടാകം വലിയ ഭംഗിയായിട്ടുണ്ടായിരുന്നു. എല്ലാം ശരിയായിട്ടുണ്ടായിരുന്നു. അവിടെ കൃഷി തുടങ്ങുന്നുമുണ്ട്. അവന്റെ ഒരു വലിയ കട്ടൗട്ട് തന്നെ ഈ തടാകത്തിന് വേണ്ടി ഇത്രയും പരിശ്രമിച്ച ഒരാളെന്നുള്ള നിലയിൽ അവര് വെക്കുന്നുണ്ട്. ഇതൊരു വലിയ ചരിത്ര വിജയമാവാണ്. മീഡിയക്കാരെല്ലാം ന്യൂസ് എടുക്കാനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ വിജിയെ കാണാനായിട്ട് സത്യ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് നാട് മുഴുക്കാൻ വിജി വിജി എന്ന് വിളിച്ചോണ്ട് നടക്കാണ്. അമ്മ അത് കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കാത്ത പോലെ കിടക്കാണ്. വിജി വേഗം തന്നെ എണീറ്റ് എവിടെ നിന്നാണ് ഈ ഒരു വിളി വരുന്നതെന്ന് അറിയാൻ താഴേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അവള് ദേഷ്യം പോലെ അഭിനയിക്കായിരുന്നു. വിജിയുടെ അടുത്തേക്ക് ഇപ്പോ സത്യ പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ വരുന്നുണ്ട്. ഈ ഒരു തടാകത്തിന്റെ കാര്യത്തിന് ഒരുപാട് ഫണ്ട് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ ബിസിനസ്സുകാരെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഈ കുരുനില കതിരവൻ എന്ന് പറഞ്ഞ ഈ ഒരാളെ അവൻ മീറ്റ് ചെയ്തത്. ഈ പേര് കേട്ടതും അവൻ പിന്നെ ചരിത്രങ്ങൾ തപ്പിയപ്പോഴാണ് അത് വിജിയുടെ അച്ഛനാണെന്ന് അവനക്ക് മനസ്സിലായത്. വിജിക്ക് എപ്പോഴെങ്കിലും ഒരു വട്ടെങ്കിലും തന്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛനെ അവൻ കൂട്ടിക്കൊണ്ടു വന്നത്. വിജിക്ക് ഇതിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. നിന്റെ അമ്മക്ക് വേണ്ടിയെങ്കിലും നീ എക്സാം എഴുതണമെന്ന് വിജിയെ സത്യ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ സത്യ പറഞ്ഞുകൊണ്ട് തന്നെ അവളും എക്സാം പോയി എഴുതുന്നുണ്ട്. ആ എക്സാമില് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ തടാകത്തിന്റെ പേരിൽ ഈ മരിച്ചു കിടക്കുന്ന തടാകത്തെ വീണ്ടും ജീവിതത്തിലേക്ക്
കൊണ്ടുവന്നത് ആരാണെന്നുള്ള ചോദ്യം, അതിന്റെ ആൻസർ നമ്മുടെ സത്യ ആയിരുന്നു. അവള് സന്തോഷത്തോടുകൂടി ആ ഒരു ആൻസർ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് അവള് പുറത്തു വന്നിട്ട് ഒരു കാര്യം ആലോചിക്കുന്നത്. അന്ന് ഇവര് രണ്ടുപേരും ഒന്നായിരിക്കുന്ന സമയത്ത് അവള് സത്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സത്യ ഇപ്പോ എന്നിലുള്ള എല്ലാം നിനക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാം നിനക്ക് ഞാൻ തന്നിട്ടുമുണ്ട്. ഇനി നിനക്ക് വേണ്ടത് ജീവിതത്തിൽ ഒരു ലക്ഷ്യമാണ്. 4 പേര് നിന്നെ അറിയണം, നീ വലിയ ഫേമസ് ആവണം, അപ്പൊ ഞാൻ നിന്റെ അടുത്ത് നിന്റെ കാമുകയായിട്ട് ഉണ്ടാവും എന്നല്ല. അന്ന് അവളൊരു കവിതയും ചൊല്ലാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു കവിത ഇപ്പോ സത്യക്ക് അവള് മെസ്സേജ് ആയിട്ട് അയക്കാണ്. ഇവിടെ അവര് രണ്ടുപേരും ഒന്നായി എന്നുള്ള ഒരു ഇന്റൻഷനോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കാണ്. എന്തായാലും ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്